എൻ്റെ പേര് അനില, ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ, ഇത് ഞങ്ങളുടെ മകൾ ഹെദർ. ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ, കൃപാസനത്തിനെ പറ്റി അറിയുന്നതിന് മുൻപേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരത്ഭുതമാണ്. 2024 മെയ് 17 എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെൻറ്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അന്നേ ദിവസം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല, വന്നാൽ തന്നെ അത് ഏതവസ്ഥയിലായിരിക്കും വരിക എന്നറിയില്ല. അങ്ങനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അന്ന് ഞാൻ വളരെ പകച്ചു നിന്നൊരു നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഓർമ്മ വരുന്നത് 91 സങ്കീർത്തനം മാത്രമായിരുന്നു. അത് ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രി ഒരു 2:45 ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ചുരിദാറായിരുന്നു വേഷം, കഴുത്തിലൊരു കൊന്ത ധരിച്ചിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ നീട്ടി. എന്നിട്ട് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാമോ? കൃപാസനത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല. ആകെ മാതാവിനെ അറിയാം, കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അറിയാം എന്നുള്ള രീതിയിൽ തലയാട്ടി. ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെ എന്നോട് പറഞ്ഞു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ വീണ്ടും തലയാട്ടി. പിന്നെ എന്നോട് പറഞ്ഞു, രോഗിയെ കാണാൻ കയറുമ്പോൾ ഈ കാശുരൂപം ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വീണ്ടും തലയാട്ടി. ഇത്രയും സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മയും എൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവരെന്നോട് സംസാരിക്കുന്നത് ഈ സീനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരി എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളാരും കണ്ടിട്ടില്ല. അതിനുശേഷം, അതായത് രാത്രി 2:45 പറയുമ്പോൾ ആ ICUവിൻ്റെ ഫ്രണ്ടിലുള്ള ബൈസ്റ്റാൻഡേഴ്സ് മാത്രം, അവർ ഉറങ്ങുന്ന സമയമാണ്. പുറത്തുനിന്ന് ഒരാളും വരാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. അത് ദൈവമാതാവ്, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതനുസരിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കൊന്ത ചെല്ലണം. അത്ര മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ മുട്ടുകുത്തി നിന്ന് 3 മണി മുതൽ 4 മണി വരെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി തീർത്തു. അതിനുശേഷം ഞാൻ തിരിച്ചിരുന്നപ്പോൾ എനിക്ക് പൂർണ്ണമായ ഒരു ധൈര്യം കിട്ടി. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം എനിക്കൊരു തരി പോലും ഭയം തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഡോക്ടർ വന്ന് പറഞ്ഞു, വീണ്ടും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഭയം തോന്നിയില്ല. എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തന്നു. അന്ന് മാതാവ് ധൈര്യം തന്നു.